ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു 3 ക്ലാസ് ആയിട്ട് ദശാംശ സംഖ്യകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ ആ 3 ക്ലാസ്സും കണ്ടിട്ട് വരിക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കില് ദശാംശ സംഖ്യകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സില് ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നെങ്കിലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരുകയുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പട്ടികയാണ്. പട്ടികയിലെ അളവുകളെ ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതുക. അപ്പോൾ ഓരോ അളവിനെയും ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതണം. അപ്പോൾ ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതുന്നതിന് മുന്നേ 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് നോക്കുക, 4 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും. അപ്പോൾ ഈ 3 മില്ലിമീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു യൂണിറ്റിൽ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഭിന്നരൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് മില്ലിമീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള കണക്ഷൻ അറിയണം അല്ലെ. അതായത് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ. അതായത് ഒരു മില്ലിമീറ്ററിന് എങ്ങനെ എഴുതാം? ഒരു മില്ലിമീറ്റർ എന്നത് 1/10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 മില്ലിമീറ്റർ ആണ് അല്ലെ. 3 മില്ലിമീറ്ററിന് എങ്ങനെ എഴുതാം? 3 മില്ലിമീറ്റർ എന്നത് 3/10 സെന്റിമീറ്റർ എന്ന് വരും. 3/10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 4 സെന്റിമീറ്റർ പ്ലസ് 3 മില്ലിമീറ്റർ എങ്ങനെ എഴുതാം? 4 പ്ലസ് 3/10 അത്രയും സെന്റിമീറ്റർ വരും അല്ലെ. ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 4 ഗുണിക്കണം 10 40. 40 പ്ലസ് 3 43. 43/10 എന്ന് വരും. അപ്പോൾ ദശാംശ രൂപം എത്രയാണ്? ദശാംശ രൂപം എഴുതാം. അതിനു മുന്നേ ഭിന്നരൂപം എത്രയാണ്? ഭിന്നരൂപം 43/10 അല്ലെ. 43/10 ആണ് ഭിന്നരൂപം. ദശാംശ രൂപം എത്ര വരിക? ഒരു 0 വരുന്നത് കൊണ്ട് ഒരു പോയിന്റ്. ഇപ്പോൾ 4.3 എന്ന് വരും. 4.3. അടുത്തത് 5 മില്ലിമീറ്റർ ആണ് അല്ലെ. ഒരു മില്ലിമീറ്റർ എന്നത് 1/10 സെന്റിമീറ്റർ എന്നറിയാം. അപ്പൊ 5 മില്ലിമീറ്റർ എങ്ങനെ എഴുതാം? 5 മില്ലിമീറ്റർ എന്നത് 5/10 സെന്റിമീറ്ററിന് എഴുതാം. 5/10. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഭിന്നരൂപം 5/10 എന്ന് വരും അല്ലെ. 5/10. ദശാംശ രൂപം 0.5 അല്ലെ. 0.5. ഒരു 0 ആണുള്ളത് ഡിനോമിനേറ്ററിൽ, അതുകൊണ്ട് 0.5 എന്ന് വരും. ഇനി അടുത്തത് 10 മീറ്ററും 25 സെന്റിമീറ്ററും. 10 മീറ്ററും 25 സെന്റിമീറ്ററും. 25 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? അതായത് ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്റർ സമം 100 സെന്റിമീറ്റർ ആണ് അല്ലെ. 100 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ എത്രയാണ് വരിക? ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്റർ ആണ്. നമുക്കിവിടെ 25 സെന്റിമീറ്റർ ആണ് വേണ്ടത് അല്ലെ. 25 സെന്റിമീറ്റർ സമം 25/100 മീറ്റർ എന്ന് വരും. 25/100 മീറ്റർ എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 10 മീറ്ററും 25 സെന്റിമീറ്ററും. 10 മീറ്റർ പ്ലസ് 25 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. 25/100. ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ എന്താ വരിക? 100 ഗുണിക്കണം 10 1000. 1000 പ്ലസ് 25 1025 എന്ന് വരും അല്ലെ. 1025/100. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം കേട്ടോ. 1025/100. അപ്പൊ ഇതിന്റെ ഭിന്നരൂപം എത്രയാണ്? 1025/100 എന്ന് വരും. ദശാംശ രൂപോ രണ്ട് ഡിനോമിനേറ്ററിൽ 2 0 വന്നു അല്ലെ. അപ്പൊ പോയിന് ശേഷം എത്ര സംഖ്യ വേണം? 2 സംഖ്യ വേണം. അതായത് 10.25 എന്ന് വരും. ദശാംശ രൂപം 10.25. ഇനി അടുത്തത് കിലോഗ്രാമും ഗ്രാമും. കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ള കണക്ഷൻ അതായത് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ് അല്ലെ. 1000 ഗ്രാം ആണ് വരിക. അതായത് ഒരു ഗ്രാം എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം വരും. 1/1000 കിലോഗ്രാം. നമുക്ക് 125 ഗ്രാം ആണ് വേണ്ടത് അല്ലെ. 125 ഗ്രാമിന് എങ്ങനെ എഴുതാം? 125/1000 അത്രയും കിലോഗ്രാം. അപ്പൊ നമുക്ക് വേണ്ടത് 2 കിലോഗ്രാം പ്ലസ് 125 ഗ്രാം ആണ് ദശാംശ രൂപത്തിലും ഭിന്നരൂപത്തിലും എഴുതേണ്ടത്. 2 കിലോഗ്രാം പ്ലസ് 125 ഗ്രാം. 2 കിലോഗ്രാം പ്ലസ് 125 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് 125/1000 എന്നെടുത്ത് എഴുതി. 125/1000. ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 ഗുണിക്കണം 1000. 2000. 2000 പ്ലസ് 125 2125/1000.
അപ്പോൾ ഭിന്നരൂപം കിട്ടിയല്ലേ. ഭിന്നരൂപം എന്ന് പറയുന്നത് 2125/1000 എന്ന് കിട്ടി. അപ്പൊ ഇനി ദശാംശ രൂപോ, പോയിന്റിന് ശേഷം 3 അല്ലെ, ഡിനോമിനേറ്ററിൽ 3 പൂജ്യം വന്നു. അപ്പൊ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം. അതായത് 2.125 എന്ന് വരും. ഇനി അടുത്തത് ലിറ്ററും മില്ലി ലിറ്ററും. ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഒരു ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ്? ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ് അല്ലെ. 1000 മില്ലി ലിറ്റർ. അതായത് 1 മില്ലി ലിറ്റർ എന്നത് 1/1000 ലിറ്റർ ആണ്. 1/1000 ലിറ്റർ. നമുക്ക് ഇവിടെ 275 മില്ലി ലിറ്റർ ആണ് വേണ്ടത് അല്ലെ. 275 മില്ലി ലിറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 275/1000 ലിറ്റർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇനി നമുക്ക് വേണ്ടത് 16 പ്ലസ് 275 ആണല്ലേ. 16 പ്ലസ് 275 മില്ലി ലിറ്റർ ആണ്. അപ്പൊ അതൊന്ന് ക്രോസ് ആയിട്ട് ഗുണിച്ച് നോക്കുക കേട്ടോ. ക്രോസ് ആയിട്ട് ഗുണിച്ച് കിട്ടുമ്പോൾ നമുക്ക് വരിക 16,275/1000 എന്നാണ് വരിക ഭിന്നരൂപം. ദശാംശ രൂപം 16.275 എന്ന് വരും. ഇനി അടുത്ത് അതേപോലെ തന്നെ 13 ലിറ്ററും 225 മില്ലി ലിറ്ററും നിങ്ങൾ ചെയ്തു നോക്കുക. അതിന്റെ ആൻസർ വരിക 13,225/1000 എന്ന് വരും ഭിന്നരൂപം. ദശാംശ രൂപം 13.225 എന്ന് വരും. അടുത്തത് മില്ലി ലിറ്റർ മാത്രമാണ്. അപ്പോൾ മില്ലി ലിറ്റർ മാത്രമാകുമ്പോൾ അതിന്റെ ഭിന്നരൂപം എന്ന് പറയുന്നത് 325/1000 എന്ന് വരും. അതിന്റെ ദശാംശ രൂപം 0.325 എന്നാ വരിക. 0.325. ഈ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു. സ്ഥാനവിലകൾ, ഇത് ഈ നോട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു നോട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സർക്കിളിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്ഥാനവിലകൾ ദശാംശ രൂപത്തിൽ പൂർണ്ണസംഖ്യയെയും ഭിന്നത്തിനെയും വേർതിരിച്ചു കാണിക്കാനാണ് അവയ്ക്കിടയിൽ ഒരു കുത്തിടുന്നത്. അവയ്ക്കിടയിൽ എന്തിനാണ് കുത്തിടുന്നത്? അതായത് ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും വേർതിരിച്ച് കാണിക്കാൻ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം 25.125. ഈ പോയിന്റ് എന്തിനാണ് ഇടുന്നത്? ഈ പോയിന്റ് ഇടുന്നത് ഭിന്നസംഖ്യയെയും പൂർണ്ണസംഖ്യയെയും വേർതിരിച്ച് കാണിക്കാനാണ്. ഈ പോയിന്റിന് ശേഷം വരുന്നതാണ് ഭിന്നത്തിന്റെ പാർട്ട് കേട്ടോ. ഭിന്നത്തിന്റെ പാർട്ട് പോയിന്റ് തൊട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് എന്ത്? ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പൂർണ്ണസംഖ്യയുടെ പാർട്ടായിരിക്കും കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് പൂർണ്ണസംഖ്യയും റൈറ്റ് സൈഡിൽ വരുന്നത് ഭിന്നസംഖ്യയായിരിക്കും. പൂർണ്ണസംഖ്യയും ഭിന്നസംഖ്യയും. അപ്പൊ അത് വേർതിരിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ നടുക്കൊരു കുത്തിടുന്നത്. ഇതിന്റെ ഇടത്തോട്ടുള്ള അക്കങ്ങൾ 1ന്റെയും 10ന്റെയും 100ന്റെയും ഗുണിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് അല്ലെ. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് ഇടത്തോട്ടുള്ളത് 1ന്റേത്. അതായത് ഇവിടെ 5 ഒന്നുകളുണ്ട്, 2 10കളുണ്ട് അല്ലെ. ഒരു 125 വന്നിട്ടുണ്ടെങ്കിലോ ഒരു 1000 ഉണ്ട്. അങ്ങനെയല്ല നമ്മൾ എഴുതുക. ഒരു സംഖ്യ ചെറിയ ക്ലാസ്സിനെ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സംഖ്യ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അതിൽ എത്ര ഒന്നുകളുണ്ട്, എത്ര 100കളുണ്ട്, എത്ര 10കളുണ്ട് എന്നൊക്കെ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ അതായത് ഇടത്തോട്ട് വരുന്നത് പൂർണ്ണസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന അക്കങ്ങളാണ് ഇടത്തോട്ട് വരുന്നത്. ഇനി വലത്തോട്ട് വരുന്നതോ? വലത്തോട്ട് വരുന്നത് അതിന്റെ ഭിന്നത്തിന്റെ പാർട്ടാണ്. ഭിന്നത്തിന്റെ പാർട്ടിനെ എങ്ങനെയാണ് എഴുതുക? 10ൽ ഒന്നുകള്, 100ൽ ഒന്നുകള്, 1000ൽ ഒന്നുകള് എന്നിങ്ങനെയാണ് എഴുതുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഈ സംഖ്യ തന്നെ എടുക്കാം നമുക്ക്. 125.125. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുക? എത്ര ഒന്നുകൾ ഉണ്ട് എന്ന് എഴുതുക? 5 ഒന്നുകൾ ഉണ്ട് എന്ന് എഴുതുക അല്ലെ. 5 ഒന്നുകളുണ്ട്. ഈ രണ്ടിന് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? 10 അല്ലെ. ഒറ്റ 10 100 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 2 10കളുണ്ട്. ഇനി ഈ ഒന്നിന് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? 1 എന്ന് പറയുന്നത് 1000നെയാണ്. അതായത് ഇവിടെ 1 എന്ന് പറയുന്നത് 100നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ എത്ര 100കളുണ്ട്? ഒരു 100കളുണ്ട് അല്ലെ. അതായത് 5 ഒന്നുകള്, 2 10കള്, ഒരു 100. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ദശാംശ സ്ഥാനത്തിന് എഴുതണം. ദശാംശ സ്ഥാനം ഈ 1നെ എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? 1 എന്ന് പറയുന്നത് 10ൽ ഒന്നുകളുണ്ട്. അതായത് ഇവിടെ എത്ര 10ൽ ഒന്നുകളുണ്ട്? ഒരു 10ൽ ഒന്നുകളാണുള്ളത്. ഒരു 10ൽ ഒന്നുകളാണുള്ളത്. ഇനി 2നെ സൂചിപ്പിക്കുന്നത് 100ൽ ഒന്നുകളാണ്. അതായത് ഇവിടെ എത്ര 100ൽ ഒന്നുകളുണ്ട്? 2 100ൽ ഒന്നുകളാണുള്ളത്. 2 100ൽ ഒന്നുകൾ. ഈ 5നെ സൂചിപ്പിക്കുന്നത് 1000ൽ ഒന്നുകളാണ്. 1000ൽ ഒന്നുകൾ. 1000ൽ ഒന്നുകൾ. ഇവിടെ എത്ര 1000ൽ ഒന്നുകളുണ്ട്? 5 1000ൽ ഒന്നുകളുണ്ട്. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകും. നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ പിരിച്ച് എഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ പിരിച്ച് എഴുതുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1.42 ആണ് അല്ലെ. 1.42.
1.42. അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 1, അത് നോർമൽ തന്നെ. ഇനി 4നെ എങ്ങനെ എഴുതാം? 4 എന്ന് പറയുന്നത് 1/10 സ്ഥാനത്ത് വരുന്നതാണ് അല്ലെ. ഈ 2 വരുന്നതോ, അതായത് 100ൽ ഒന്നുകളാണ്. അത് 1/100 അതിന്റെ സ്ഥാനത്ത് വരുന്നതാണ് 2. 10ൽ ഒന്നുകളുടെ സ്ഥാനത്ത് വരുന്നത് 4, 100ൽ ഒന്നുകളുടെ സ്ഥാനത്ത് വരുന്നത് 2. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1.42നെ എങ്ങനെ പിരിച്ചെഴുതാം? ഇവിടെ പൂർണ്ണസംഖ്യ നോക്കുക. പൂർണ്ണസംഖ്യ 1 മാത്രമേ ഉള്ളൂ, അതായത് ഒരൊന്നുകളുണ്ട്. 1 ഗുണിക്കണം 1 പ്ലസ്, ഇനി അടുത്തത് പോയിന്റ്. ഈ 4നെ എങ്ങനെ എഴുതുക? 4 എന്ന് പറയുന്നത് 10ൽ ഒന്നുകളാണ്, അതായത് 4 ഗുണിക്കണം 10ൽ 1 പ്ലസ് 2നെ എങ്ങനെ എഴുതുക? 2 100ൽ ഒന്നുകളാണ്, അതായത് 2 ഗുണിക്കണം 100ൽ 1, 2 ഗുണിക്കണം 100ൽ 1 എന്ന് എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് ആ സംഖ്യ വരിക. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ എടുത്ത് എഴുതാം. അടുത്തത് 126.360. അപ്പൊ ഫസ്റ്റ് 126നെ എഴുതാം അല്ലെ. 126, അതായത് ഇവിടെ 6 ഒന്നുകളുണ്ട്, 2 പത്തുകളുണ്ട്, 1 നൂറുകളുണ്ട്. അപ്പോ 6 ഒന്നുകൾ, 6 ഒന്നുകളുണ്ട് പ്ലസ് 2 പത്തുകളുണ്ട് പ്ലസ് 1 നൂറുകളുണ്ട് അല്ലെ. 1 100. ഇപ്പൊ പൂർണ്ണസംഖ്യ കഴിഞ്ഞു. അത് ഓർഡർ നേരെ തിരിച്ചു വേണമെങ്കിൽ എഴുതാം കേട്ടോ. അതായത് 1 100 ഫസ്റ്റ് എഴുതിയിട്ട് അങ്ങനെയും ചെയ്യാം. 1 100 പ്ലസ് 2 പത്തുകൾ, 6 ഒന്നുകൾ. ഇനി അടുത്തത് ഈ 360 എഴുതണം. ഈ 3 ഏതിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? 10ൽ ഒന്നുകളാണ് അല്ലെ. അപ്പൊ 3നെ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 10ൽ 1 പ്ലസ് 6 എന്ന് പറയുന്നത് 100ൽ ഒന്നുകളാണ്, 6 ഗുണിക്കണം 100ൽ 1. പിന്നെ അടുത്തത് 0 ആണ്. 0ന് എഴുതേണ്ട ആവശ്യമില്ല. 0ന്റെ അടുത്ത് ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതുക? ആ നമ്പർ ഇൻറ്റു 1/1000 എന്നെടുത്ത് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതേപോലെ പിരിച്ചെഴുതാനാണ്. 3.002. അപ്പൊ 3 ഒന്നുകളാണ്, അതിനെ 3 എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലെ. പ്ലസ് അടുത്തത് 10ൽ ഒന്നുകൾ. 10ൽ ഒന്നുകൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 0. അപ്പൊ അത് എഴുതണ്ട. അടുത്തത് 100ൽ ഒന്നുകളോ? 100ൽ ഒന്നുകൾ 0 തന്നെയാണ് അല്ലെ. ഇനി 2 ഏതിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1000ൽ ഒന്നുകളാണ്, 1000ൽ ഒന്നുകൾ. അപ്പൊ 3 പ്ലസ് 2 ഗുണിക്കണം 1/1000. 1000ൽ ഒന്നുകൾ 2, ബാക്കിയൊക്കെ 0 ആണ്. അതിനെടുത്തെഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 0.007. അപ്പൊ 10ൽ ഒന്നുകൾ 0 ആണ്, 100ൽ ഒന്നുകളും 0 ആണ് അല്ലെ. 100ൽ ഒന്നുകളും 0 ആണ്. 1000ൽ ഒന്നുകൾ എത്ര എണ്ണം വരുന്നത്? 1000ൽ ഒന്നുകൾ 7 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 0 പ്ലസ് 7 ഇൻറ്റു 1/1000 അല്ലെ. 7 ഗുണിക്കണം 1/1000. 1000ൽ ഒന്നുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. അതായത് 0 ഗുണിക്കണം 1/10 എന്ന് എഴുതിയിട്ടുണ്ട്, അത് 0 ആയിട്ട് പോകും. 0 ഗുണിക്കണം 1/100 എന്ന് എഴുതിയിട്ടുണ്ട്, അത് 0 ആയിട്ട് പോകും. അതുകൊണ്ട് അത് എഴുതാതിരുന്നത് കേട്ടോ. വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ എഴുതണം. ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതിയില്ല. പിന്നെ ആകെ വരുന്നത് 1000ൽ ഒന്നുകൾ മാത്രമേ. 1000ൽ ഒന്നുകൾ അല്ലെ, 1000ൽ ഒന്നുകൾ. അപ്പോ ഇവിടെ എത്ര 1000ൽ ഒന്നുകളുണ്ട്? 7 1000ൽ ഒന്നുകൾ. അതിനെ 7 ഗുണിക്കണം 1/1000 എന്നെടുത്ത് എഴുതി. അടുത്തത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാകൂട്ടങ്ങളെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിച്ച് എഴുതുക. വലുതിൽ നിന്നും ചെറുതിലേക്കാണ് എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 20 പോയിന്റ്, എല്ലാം 20 പോയിന്റ് ആണല്ലേ. 20 പോയിന്റ്, 20 പോയിന്റ്, 20 പോയിന്റ്. അപ്പൊ തൊട്ടടുത്ത നമ്പർ നോക്കുമ്പോൾ 6 4 7 0 7. അപ്പൊ 2 7 വരുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവും അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് കോളങ്ങൾ വരച്ചിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എല്ലാം 20 പോയിന്റ് ആണ് അല്ലെ. 20 പോയിന്റ് 6 7 5. അടുത്തത് 20 പോയിന്റ് 4 7. അടുത്തൊരു നമ്പർ നമുക്ക് 0 കൊടുക്കാം, എല്ലാം 3 എണ്ണം ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് 20 പോയിന്റ് 7 4 3. അടുത്തത് 20 പോയിന്റ് 0 7 4. അടുത്തത് 20 പോയിന്റ് 7 4. ഒരു 0 കൂടി കൊടുക്കാം. ഇതിൽ നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ വലുതേതാ ചെറുതേതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വലുതിൽ നിന്നും ചെറുതിലേക്കല്ലേ, ഫസ്റ്റ് വലുതാണ് നോക്കേണ്ടത് അല്ലേ. അപ്പൊ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളത്തിലെല്ലാം 20 ആണല്ലേ. ഫസ്റ്റ് കോളത്തിലെല്ലാം 20 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. സെക്കൻഡ് കോളം നോക്കുക. സെക്കൻഡ് കോളത്തിൽ വലുത് ഏതാണ് വരുന്നത്? വലുത് 7 7 അല്ലെ. 2 7 വന്നു. 7 7 2 7 വന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് വലുത് കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത കോളം നോക്കുക. തേർഡ് കോളം നോക്കുക. തേർഡ് കോളത്തിൽ 7 അടുത്ത് വരുന്ന എത്രയാണ്? 4 4. അപ്പൊ അതും പറ്റൂല അല്ലെ. അപ്പോൾ അടുത്ത കോളം നോക്കുക. ഫോർത്ത് കോളം നോക്കുക. ഫോർത്ത് കോളത്തിൽ 4ന്റെ കറസ്പോണ്ടിങ് തൊട്ടടുത്ത് വരുന്നത് 3 ഉം 0 ആണ്. അപ്പൊ വലുത് അതിലേതാണ്?
വലുത് 3 ആണ് അല്ലെ, വലുത് 3 ആണ്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് നമ്പർ ആയിരിക്കും വലിയ നമ്പർ. വലിയ നമ്പർ ഏതാണ്? അപ്പോൾ വലിയ നമ്പർ 20.743. 20.743 20.743 ആയിരിക്കും ഫസ്റ്റ് നമ്പർ വരിക. 20.743. അപ്പൊ അടുത്ത നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് ഏതായിരിക്കും? തൊട്ട് താഴെ വരുന്നത് 20.740 ആണ് അല്ലെ. അപ്പൊ സെക്കൻഡ് വരുന്നത് 20.740. 20.740 ഒഴിവാക്കാം കേട്ടോ. ഇനി തേർഡ് നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആ രണ്ട് നമ്പറും ഒഴിവാക്കിയിട്ട് ബാക്കി നോക്കുക. ഇതേപോലെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം എന്ന് പറഞ്ഞിട്ട് നോക്കുക. ഈ രണ്ട് നമ്പറും ഒഴിവായി പോയി. അടുത്ത നമ്പർ ഫസ്റ്റ് കോളത്തിലെല്ലാം 20, സെക്കൻഡ് കോളത്തിൽ ഏതാ വലുത് വരുന്നത്? 6, 4, 0 ആണ് അല്ലെ. അപ്പൊ 6 വരുന്നതായിരിക്കും വലുത്. അപ്പൊ തൊട്ടടുത്ത നമ്പർ ഏത് എഴുതാം? 20.675. 20.675 ആ നമ്പറും ഒഴിവാക്കുക. പിന്നെ അടുത്തത് നോക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വലുത് ഏതാണ്? 20.470 അല്ലെ. 20.470. 470. അടുത്തത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് 20.074 എന്ന് വരും. 074. അടുത്തത് ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് എല്ലാം 0 പോയിന്റ് ആണ് വരുന്നത് അല്ലെ. 0.0675. അടുത്തത് 0.064. നമുക്കൊരു 0 എന്ന് കൊടുക്കാം, എല്ലാം 4 നമ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് 0.0800 എന്ന് കൊടുക്കുക. അടുത്തത് 0.0900 എന്ന് കൊടുക്കുക. അടുത്തത് 0.94, പിന്നെ 00 എന്ന് കൊടുക്കുക അല്ലെ. അപ്പോൾ വലുത് ഏതായിരിക്കും? ഫസ്റ്റ് കോളം നോക്കാം. ഫസ്റ്റ് കോളത്തിൽ 9 വന്നു അല്ലെ. അപ്പൊ അതായിരിക്കും വലിയ നമ്പർ. അപ്പൊ വലിയ നമ്പർ 0.94. പിന്നെ അടുത്ത നമ്പറോ? അടുത്ത നമ്പർ നോക്കുക. ഫസ്റ്റ് കോളത്തിൽ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇനി ഫസ്റ്റ് കോളത്തിൽ നോക്കിയിട്ട് ഇനി കാര്യമുണ്ടോ? ഇല്ല അല്ലെ, എല്ലാം 0 ആണ്. ഇനി സെക്കൻഡ് കോളത്തിലേക്ക് നോക്കുക. സെക്കൻഡ് കോളത്തിൽ വലുത് ഏതാണ്? 6, 6, 8, 9. അപ്പൊ 9 ആണ് വലുത് അല്ലെ. അപ്പൊ ഏതായിരിക്കും അടുത്ത നമ്പർ? 0.09. 0.09 അടുത്തത്. ഇനി അടുത്തത് സെക്കൻഡ്. ഇനി തേർഡ് നോക്കുക. സെക്കൻഡ് കോളത്തിൽ നിന്ന് നോക്കാം അല്ലെ. 6, 6, 8 വരുന്നുണ്ട്. അപ്പൊ 8 വരുന്നതായിരിക്കും വലിയ നമ്പർ. തൊട്ടടുത്ത വലിയ നമ്പർ, അതായത് 0.08 വന്നു. അപ്പൊ ഇനി അടുത്ത രണ്ട് നമ്പർ 0.0675 0.6 അല്ലെ 0640. അത് ഫസ്റ്റ് കോളം നോക്കിയിട്ട് കാര്യമില്ല, സെക്കൻഡ് കോളം നോക്കിയിട്ടും കാര്യമില്ല അല്ലെ. 6, 6 ആണ് വന്നത്. അപ്പൊ നേരെ തേർഡ് കോളത്തിലേക്ക് പോവാ. തേർഡ് കോളത്തിലേക്ക് 7ഉം 4ഉം. ഏതാ വലുത്? 7. അപ്പൊ ഏതായിരിക്കും അടുത്ത നമ്പർ? അടുത്ത നമ്പർ ഇതായിരിക്കും അല്ലെ, 0.0675. അതാണ് ഫോർത്ത് വൺ. അപ്പൊ അടുത്ത നമ്പർ 0.0675. പിന്നെ ലാസ്റ്റ് വരുന്നത് 0.0640 ആയിരിക്കും. ഇങ്ങനെ നോക്കിയിട്ട് ടേബിൾ ചെയ്ത് ഇപ്പൊ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ ഏകദേശം എടുത്ത് എഴുതാം. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊക്കെ 000 അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ സംഖ്യ ഏത്, വലിയ സംഖ്യ ഏത്, ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ കോളം വരച്ചിട്ടാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇതാണോ വലുത് ഇതാണോ ചെറുത് എന്നുള്ളത്. കോളം വരച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് നോക്കാം. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ 12.4 സെന്റിമീറ്റർ, 6.8 സെന്റിമീറ്റർ, 13.7 സെന്റിമീറ്റർ. ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ? ത്രികോണം. അപ്പോൾ ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 12.4, 6.8, 13.7. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള അളവ് എല്ലാം കൂടി കൂട്ടുക. 13.7, 6.8, 12.4. ഏടേതായാലും എത്രയാ വരിക? 7 + 8 15. 15 4 19 9 വരും. ഒന്നിവിടെ കൊടുക്കുക. 6 4 10 12 3 അല്ലെ. എത്രയാണ് ചുറ്റളവ് വരുന്നത്? 32.9 സെന്റിമീറ്റർ. ചുറ്റളവായതുകൊണ്ട് സെയിം യൂണിറ്റ് തന്നെയാണ്. പരപ്പളവാണെങ്കിലാണ് സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കേണ്ടത്. ഇവിടെ ചുറ്റളവാണെങ്കിൽ സെയിം യൂണിറ്റ് തന്നെയായിരിക്കും കേട്ടോ. ഓപ്ഷനിൽ സെന്റിമീറ്റർ സ്ക്വയറും ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. ചുറ്റളവ് വശങ്ങളുടെ ഏത് യൂണിറ്റ് ആണോ അത് തന്നെയാണ് ചുറ്റളവിന്റെയും യൂണിറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചാക്കിൽ 48.75 കിലോഗ്രാം അരിയുണ്ട്. അതിൽ 6.5, അതായത് ഒരു ചാക്കിൽ എത്ര അരിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ചാക്കില് 48.750 കിലോഗ്രാം അരിയുണ്ട്.
അതിൽ 16.5 കിലോഗ്രാം 16.5 കിലോഗ്രാം വേണുവിനും 12.48 കിലോഗ്രാം തോമസിനും കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ടെന്നാ കണ്ടുപിടിക്കണം. അപ്പൊ ഈ വേണുവിനും തോമസിനും കൊടുത്ത ആകെ അരിയുടെ അളവ് കണ്ടുപിടിക്കുക അല്ലെ. ഇവിടെ 0.5 നമുക്ക് അതിനൊരു 0 കൊടുക്കാം. ഒന്ന് ആഡ് ചെയ്യുക. 0 + 8 8 5 4 9 8 28.98 കിലോഗ്രാം ആണ് രണ്ടുപേർക്കും കൂടി കൊടുത്തത്. ഇനി ബാക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറക്കുക അല്ലെ. 48 ആകെ അരി എന്ന് പറയുന്നത് 48.750 ആണ്. അതിൽ നിന്ന് 28.980 ഒന്ന് കുറക്കുക. ഇപ്പൊ 0 0 കുറച്ചാൽ 0, 5 നെട്ട് കുറക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ 15 വരും. 15 നെട്ട് കുറച്ചാൽ എത്രയാ വരിക? 7 വരും അല്ലെ. 7 വരും. ഇവിടെ 6 ആണുള്ളത്. 6 9 കുറക്കാൻ പറ്റില്ല. ഇവിടെ 16 വരും. 16 9 കുറച്ചാൽ 7 വരും. പോയിന്റ് ഇവിടെ 7 വരും. അപ്പോൾ ഇത് 17 ആകും അല്ലെ. 17 നെട്ട് കുറച്ചാൽ 9 വരും. 3 2 കുറച്ചാൽ 1. അപ്പോൾ ബാക്കി എത്ര കിലോഗ്രാം അരിയാണുള്ളത്? ബാക്കി 19.770 കിലോഗ്രാം അരിയാണ് ആ ചാക്കിലുള്ളത്. 19.770 കിലോഗ്രാം അരി. അഥവാ നമ്മുടെ ഉത്തരം കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യുക? മൈനസ് ചെയ്ത് അഥവാ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? അതായത് തോമസിന്റെയും വേണുവിന്റെയും ആകെ അരി എന്ന് പറയുന്നത് 28.98 ആണ്. അതും ഏത് ആഡ് ചെയ്യുക? 19. ബാക്കിയുള്ള അരി 770 ആണ് അല്ലെ. 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എത്ര വരിക? 15 7 വരും. 18 വരും. 3 1 4 48.75. അത് തന്നെയല്ലേ ആകെ ഉണ്ടായ അരി. അപ്പോൾ കറക്റ്റ് ആണ്. 19.770 കിലോഗ്രാം അരിയാണ് ചാക്കില് ബാക്കിയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16.254 ഏത് സംഖ്യ കൂട്ടിയാൽ 30 കിട്ടും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 16.254 ഒരു സംഖ്യ ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 30 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? 30 16.254 കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് കുറക്കാം അല്ലെ. 30 വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറക്കുക. 30 16.254. അപ്പൊ ഇവിടെ ദശാംശ സ്ഥാനം ഉണ്ടല്ലേ. 30 ദശാംശ സ്ഥാനം ഇല്ല. അപ്പൊ ഇവിടെ 3 ദശാംശ സ്ഥാനം വന്നതുകൊണ്ട് 30 എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ഒന്ന് മൈനസ് ചെയ്യുക. അപ്പൊ 0 4 അല്ലെ, 0 4 കുറക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ കടെടുക്കുക എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ 3 സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ 10 വരും. ഇവിടെ 2 വരും. ഈ 10 നിന്ന് കടെടുക്കുക. അറിയുന്ന കാര്യമല്ലേ, ഞാൻ ഡയറക്റ്റ് എഴുതാം. 10 9 10 9 10. 10 4 കുറച്ചാൽ 6, 9 5 കുറച്ചാൽ 4, 9 2 കുറച്ചാൽ 7 വരും. പോയിന്റ് 9 6 കുറച്ചാൽ 3, 2 1 കുറച്ചാൽ 1. 13.746. അപ്പോൾ ഏത് സംഖ്യ കൂട്ടിയാലാണ് 30 കിട്ടുക? 13.746. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ സംഖ്യ ഏതാണ്? 16.254 ഒരു സംഖ്യ ആഡ് ചെയ്താൽ 30 കിട്ടും. നമുക്ക് ആ സംഖ്യ കിട്ടിയല്ലേ. ഏത് സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടത്? 13.746. ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 6 4 10 0. ബാക്കി 1. 5 4 9 1 10. ബാക്കി 1 വരും. 7 2 9 9 1 10 0. ബാക്കി 1 വരും. 6 3 9 9 1 10. ബാക്കി 1 വരും. 3 വരും അല്ലെ. 30 കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ വീഡിയോസ് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക്